ഹലോ, എന്റെ പേര് ജയ്കുമാർ. അപ്പൊ ഞാനിവിടെ ചെയ്ത് നോക്കിയ ടെക്നിക്ക് നിങ്ങൾ പല വീഡിയോസിലും പലരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ അതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ അതൊന്നും സാധ്യമല്ല എന്നല്ല. ഇങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ കോളറല്ലേ പിടിച്ചിട്ട് അടിക്കും നോക്കുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിട്ട് ബോധം കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ഒരു സെൽഫ് ഡിഫൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഞ്ച് ചെയ്യാം, കിക്ക് ചെയ്യാം, എൽബോ, നീ, ത്രോയിങ് എല്ലാം ചെയ്യാം. പക്ഷെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ സ്ട്രീറ്റിലെല്ലാം കണ്ടുവരുന്നത് കോളർ, ആദ്യ കാലങ്ങളിലെല്ലാം കോളർക്ക് ഇങ്ങനെ പിടിച്ചൊരു പേടിക്കുന്ന അവസ്ഥ, പിടിച്ച ഉടനെ അടിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ബോധം കിട്ടും, പിടിച്ച ഉടനെ അടിക്കുന്നതാണ്. ആ ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ മറമ്പത്തൊന്നും ഞെക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ബ്ലോക്ക് ആൻഡ് പഞ്ച് കിക്ക്, ഒരു കിക്കും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. പക്ഷെ നോക്കിക്കോളെ, ഫസ്റ്റ് ഈ കിക്ക് ശരിക്കും ചെയ്യേണ്ടത് പെർഫെക്റ്റിലാണ്. പെർഫെക്റ്റ് ചെയ്ത് കറക്റ്റ് പവറിൽ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നല്ല പെയിൻ ആയിരിക്കും. പെർഫെക്റ്റിലേക്ക് നല്ല പവറിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ കാണിച്ചത് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ചില ആളുകൾ ഒരാളെ കൈപിടിപ്പിച്ചിട്ട് അത് കുറച്ച് ആക്ടിങ് ആയിരിക്കും, കുറച്ചെല്ലാം ശരിയായിരിക്കും. നമുക്ക് റിയൽ ലൈഫിൽ ഒരു അഗ്രസീവായിട്ട് വരുന്ന ആളായിട്ട് അതൊന്നും നടക്കൂല. സ്പീഡിൽ ഫുള്ള് കൊത്തും കൊലയും അടിയും കാര്യങ്ങളിലും നമ്മള് വെറുതെ എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. പഠിക്കുന്ന നല്ല വൃത്തി പഠിക്കാം. ഞാൻ നിങ്ങളോട് ഇനി മുതൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഒരാൾ കറക്റ്റ് അടിക്കുമെന്നാ ചെയ്യേണ്ടത്, കറക്റ്റ് ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്തിരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവര് കേൾക്കുന്ന ഫോളോ ചെയ്തത്.